ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ദേവയാനി ഏത്തക്കാപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ കലക്കി വെക്കുന്നത് ഒളിഞ്ഞു നിന്ന് ജലജ നോക്കുന്നുണ്ട്. എല്ലാം കലക്കി വെച്ച് ദേവയാനി അങ്ങ് പോകുന്നു. അപ്പോൾ ജലജ വന്നിട്ട് കയ്യിലിരുന്ന ഒരു കുപ്പിക്കകത്തെ മരുന്നെടുത്ത് അതിനകത്ത് കലക്കുന്നുണ്ട്. ഒരു പൊടിയാണ് അതെടുത്ത് കലക്കുന്നത്. അപ്പോൾ മനസ്സിലോർക്കുന്നുണ്ട്, അമ്മായിയമ്മ മരുമകളുടെ വയറ് കേടാക്കിയെന്നായിക്കോട്ടെ, അതോടുകൂടി അമ്മായിമ്മയും മരുമകളുമായിട്ടുള്ള പോര് മുറുകുമല്ലോ, ആ സ്നേഹം ഇതോടെ അങ്ങ് നിന്നോളും എന്നൊക്കെ മനസ്സിലോർക്കും. മകനും മരുമോളും ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേന് പലഹാരം തെറ്റിക്കാനിരിക്കുന്നു. ഇന്ന് ഈ പ്രാവശ്യം എന്നാണേലും മരുമോളുടെ വയറ് ശരിക്കും കേടാക്കണം. അവൾ ഈ മരുന്ന് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിലത്ത് നിൽക്കാതെ കിടന്നോടും. അതെനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാണ് ജലജ ഇതെല്ലാം കലക്കി വെച്ചിട്ട് പതുക്കെ ആരും കാണാത്ത വിധത്തിൽ ഇറങ്ങി ഈ മരുന്നും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേന് ദേവയാനി അങ്ങോട്ട് പഴമൊക്കെ കീറിയെടുത്തുകൊണ്ട് പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ട് എല്ലാം ഉണ്ടാക്കിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഉണ്ടാക്കുന്നത്. നയനയ്ക്ക് വേണ്ടിയാണല്ലോ ഉണ്ടാക്കുന്നുള്ളൊരു സന്തോഷം. ഓഫീസിലിരിക്കുന്ന നയനയ്ക്ക് ആകെ എന്നെ ടെൻഷനാണ്. എന്നാലും തന്നെ കള്ളിയാക്കാനായിട്ട് ശ്രമിച്ചത് ആരായിരിക്കും എന്നൊക്കെ ഓർത്തിരിക്കും. പിന്നെ ഈ ഫോണിൽ ആരായിരിക്കും മെസ്സേജ് അയച്ച് എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ ആ വിഷയം വിട്ടില്ലേ? ആരായിരിക്കും നിനക്ക് മെസ്സേജ് അയച്ചെന്ന് ഓർത്തിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. അതെ ആദർശേട്ടാ, ആരാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയും. അത് സാരമില്ല, എന്തായാലും നമ്മളോട് സ്നേഹമുള്ള ആരോ ആണല്ലോ അയച്ചു തന്നത്, അതുകൊണ്ട് നമ്മൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. പിന്നെ നിൻ്റെ ബാഗിൽ ആ സാധനം ഒളിപ്പിക്കാൻ ഈ ഓഫീസിൽ ആകെ ഒരേ ഒരാളുള്ളെന്ന് പറയും. അത് അഭിയാണോന്ന് ചോദിക്കും. അതെ, അവൻ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ലെന്ന് പറയും. നിനക്കാണേലും അറിയാമല്ലോ, ഈ ഓഫീസിൻ്റെ ചുമതല എന്നെ മുത്തച്ഛൻ ഏൽപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് അച്ഛനെയും കൊച്ചച്ഛനെയൊക്കെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. പക്ഷേ അവർക്ക് വിശ്വാസം എന്നില്ലായിരുന്നു. എനിക്ക് ആകെ ടെൻഷനായിരുന്നു ഇത്രയും വലിയൊരു കമ്പനി എങ്ങനെ നടത്തിക്കൊണ്ട് പോകുമെന്നൊക്കെ ഓർത്ത്. പക്ഷേ എല്ലാവരും എൻ്റെ ഒപ്പം നിന്നത് കാരണം, ഞാനിതിനു വേണ്ടി വിശ്വസ്തയോടെ ഇറങ്ങിയത് കാരണമാണ് ഈ കമ്പനി ഇന്ന് ഈ നിലയിലെത്താനായിട്ട് കാരണമെന്നും ആദർശ് പറയുന്നുണ്ട്. പിന്നെ നിന്നെപ്പോലെ അല്ലല്ലോ പവിത്ര ഓഫീസിൽ ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആത്മാർത്ഥതയൊക്കെ കാണത്തുള്ളൂ. നിനക്കാണെങ്കിൽ ഞാനൊരു ഫിക്സഡ് ശമ്പളം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും നീ അതിൽ കൂടുതൽ ആത്മാർത്ഥതയോടെയാണ് ഈ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് കമ്പനിക്ക് നല്ലത് തന്നെ വരുത്തുന്നുള്ളെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. പിന്നെ പറയും, എത്രയും പെട്ടെന്ന് നമുക്ക് ഇറങ്ങണം, അമ്മ വിളിച്ചായിരുന്നു, ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പുറത്തുനിന്നൊന്നും കഴിക്കാൻ നിൽക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്നാൽ നമുക്ക് ഇറങ്ങാം ആദർശേട്ടാ, പിന്നെ ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് തീർത്തിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ പിന്നീട് നാളെ ആ ഐഡിയ എനിക്ക് വരത്തില്ലായിരിക്കും, അതുകൊണ്ട് അത് തീർത്ത് കഴിഞ്ഞിട്ട് പോകാൻ കേട്ടോ എന്ന്. എന്നാൽ ശരിയെന്ന് ആദർശ് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ആദർശ് പോയി കഴിഞ്ഞ് നയനയുടെ മനസ്സിൽ എന്നാലും തനിക്ക് ആരായിരിക്കും ആ മെസ്സേജ് അയച്ചെന്നുള്ള ചിന്തയാണ്. അനാമികയുടെ അച്ഛനും അമ്മയും അനാമികയെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ ഫോണിനൊന്നും വിളിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയണ്ടേ നേരിട്ട്, അത് കാരണം ഞങ്ങൾ വന്നതാന്ന് പറഞ്ഞ്. ആ സമയത്ത് കയറി വന്നൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ എല്ലാവരും ഇറങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഞങ്ങളുടെ മോള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞങ്ങൾ അറിയണ്ടേ എന്ന് ചോദിക്കും. അതെന്താ വേണു അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. അതല്ല, അടുക്കളയിൽ കാച്ചി വെച്ചിരുന്ന ഒരു ഗ്ലാസ് പാല് കുടിച്ചപ്പോഴാണല്ലോ ദേവയാനി ICUവിലായത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഈ വീട്ടിൽ എൻ്റെ മകള് സുരക്ഷിതയാണോ എന്ന് അറിയേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാന്ന് പറയും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, ഞാനാണിപ്പോൾ ഈ വീട്ടിലെ എല്ലാ അടുക്കളക്കാരെയും ചെയ്യുന്നത്. എനിക്കിപ്പോൾ ആരെയും വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വേലക്കാരിയെ പോലും വെക്കാതെ എല്ലാം തന്നെ ആണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയും. അതുകൊണ്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയും. അതെന്തായാലും നന്നായെന്ന് വേണുവും പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ശരിയാച്ചാ, വല്യമ്മ വെക്കുന്ന ആഹാരത്തിനൊക്കെ ഭയങ്കര രുചിയാണ്, അത് കാരണം ഏറെ അങ്ങ് എല്ലാവരും കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയും. നിങ്ങൾ എന്തായാലും ഇരിക്ക്, ചായയും പലഹാരവും ഒക്കെ കഴിച്ചേച്ച് പോകാമെന്ന് പറയും. അപ്പം വേണു പറയുന്നുണ്ട്, ചായ മാത്രം മതി, പലഹാരമൊന്നും വേണ്ടെന്ന്. അത് സാരമില്ല, ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച പലഹാരം ഇരിപ്പുണ്ട്, അത് കഴിച്ചേച്ച് പോയാൽ മതി എന്ന് പറയും. ഇനിയിപ്പം പലഹാരമൊന്നും ഉണ്ടാക്കാനുള്ള സമയം എടുക്കണ്ട എന്നൊക്കെ രേവതിയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമിക പറയാം, വല്യമ്മ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ദേവയാനി അകത്തേക്ക് പോകുമ്പോഴത്തേന് വേണു പറയുന്നുണ്ട്, മോളെ ഇവരെ മുറുക്കെ പിടിച്ചോണം, ഇവർക്ക് കോടിക്കണക്കിന് സ്വത്തൊക്കെ ഉള്ളതാണ്, ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട്. ചിലപ്പം സ്നേഹത്തോടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പണ്ട് തന്ന പോലെ ആഭരണങ്ങളോ അല്ലെ ഒരേക്കർ സ്ഥലമോ വല്ലതും എഴുതി തന്നാൽ
അറിയാലോ, അതുകൊണ്ട് ഇവരെ മുറുക്കി പിടിച്ചോണം, പിന്നെ ഇവരെ മാക്സിമം തിളപ്പിക്കുകയും ചെയ്തോണം, എന്നാലേ നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളെന്ന്. അതൊക്കെ ഞാൻ വേണ്ട പോലൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛാന്ന് അനാമികയും പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, മോളെ അവർ ചായയും പലഹാരമൊക്കെ എടുക്കാൻ അകത്തോട്ട് പോയതല്ലേ, നീ ഇവിടെ പുറകെ ചെല്ല്, എന്നിട്ട് അവരെ ഒന്ന് സോപ്പിട്ടൊക്കെ നിൽക്കാൻ പറയും. അന്നേരം എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അനാമിക അകത്തേക്ക് പോകുമ്പോഴത്തേന് വേണു പറയുന്നുണ്ട്, നിൻ്റെ മോളോട് പറയണം അവരെ മാക്സിമം സോപ്പിട്ടൊക്കെ നിന്ന് വല്ലതൊക്കെ അടിച്ച് മാറ്റാനായിട്ടെന്ന്. അപ്പോൾ അത് ശരിയാന്നൊക്കെ പറഞ്ഞ് രേവതി ഇരിക്കുന്നുണ്ട്. അടുക്കളയിൽ ചെല്ലുന്ന ദേവയാനി ഓർക്കുന്നുണ്ട്, എൻ്റെ മകനും മരുമോൾക്കും ഓഫീസിൽ നിന്ന് വരുമ്പോൾ കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച പലഹാരമായിരുന്നു, ഇനിയിപ്പം പോട്ടെ ഇവർക്ക് അതങ്ങ് കൊടുത്തേക്കാം, എന്നിട്ട് അവർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ. അപ്പോൾ അകത്തേക്ക് വരുന്ന അനാമിക മാക്സിമം ദേവയാനിയെ സുഖിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. വല്യമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് എന്തായാലും ഭയങ്കര ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാനിപ്പം ആവശ്യത്തിന് ഫുഡൊക്കെ കഴിക്കുന്നത്. നേരത്തെ ആയിരുന്നെങ്കിൽ നയനെ ഉണ്ടാക്കുന്ന ഫുഡ് വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു, അത് കാരണം എനിക്കങ്ങനെ കഴിക്കാനേ തോന്നത്തില്ലായിരുന്നു. അപ്പം ദേവയാനി പറയുന്നുണ്ട്, നമ്മൾ അവളെ ശത്രുവായിട്ട് കരുതുന്നതാണെങ്കിൽ പോലും അവളുണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയും. എനിക്ക് തോന്നിയിട്ടേ ഇല്ല, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു അനാമികയും പറയും. അപ്പോൾ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, നീ ഒന്ന് പോടി, എൻ്റെ മരുമോൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന്. മോൾ എന്തായാലും ഈ പലഹാരം എല്ലാം എടുത്തുകൊണ്ട് അമ്മയുടെ അച്ഛൻ്റെ അടുത്തോട്ട് ഇല്ലെങ്കിൽ ഞാൻ ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ദേവയാനി ചായയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ചെന്ന് വെക്കുന്ന ഉടനെ വേണു പറയുന്നുണ്ട്, ഇത് ഒരുപാട് പലഹാരമൊക്കെ ഉണ്ടല്ലോ എന്ന്. ഇപ്പം വല്യമ്മ വൈകുന്നേരം നല്ല പലഹാരമൊക്കെ ഉണ്ടാക്കും, നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഏറെ കഴിക്കാറൊക്കെ ഉണ്ടെന്ന് അനാമികയും പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെ കൂടി കഴിക്കുന്നൊക്കെ പറയുമ്പോഴത്തേന് ദേവയാനി പറയും, എനിക്ക് ചായ മാത്രം മതി എന്ന് പറഞ്ഞ് എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുക്കും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇപ്പം ചേച്ചി അങ്ങ് ശരിക്കും അടുക്കളക്കാരിയായല്ലേ എന്ന്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും മറ്റുള്ളവർക്ക് കഴിക്കാനും വേണ്ടിയൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്തായാലും ഇതിന് പ്രയോജനം കിട്ടിയത് ചേച്ചിയുടെ മരുമോക്ക് തന്നെയാണ്, അവളിപ്പോൾ ഓഫീസിലൊക്കെ പോയിരിക്കുകയല്ലേ എന്ന് പറയും. ആദർശേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടി അവളെ വിളിച്ചുകൊണ്ട് വന്നത് വല്യമ്മ, അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന് അനാമികയും പറയുന്നുണ്ട്. ആ സമയത്ത് അഭി അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം ദേവയാനി പറയും, നീ ഇരിക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചായയും പലഹാരവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അഭിയും ആ ഏത്തക്കാപ്പവും ചായയൊക്കെ കുടിക്കും. അന്നേരം അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അനാമികയാണ് മറുപടി പറയുന്നത്, അപ്പച്ചി ഇപ്പം കുറച്ച് മുമ്പേ പുറത്തോട്ട് പോയായിരുന്നു, എന്തിനാന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ലെന്ന് പറയും. അപ്പോൾ ദേവയാനി ഓർക്കുന്നുണ്ട്, അവളങ്ങനെ പറയാതെ പോകാറില്ലല്ലോ, പിന്നെ എവിടെ പോയതായിരിക്കുമെന്ന്. എന്നാലും എന്തായാലും ചേച്ചിയുടെ ഒരു ഭാഗ്യമാണ്, ചേച്ചിക്ക് പറ്റിയൊരു നല്ല നാത്തൂനെ തന്നെ കിട്ടിയല്ലോ എന്ന് ജലജയെ പൊക്കി പറയുന്നുണ്ട്. അന്നേരം അനാമികയും പറയുന്നുണ്ട്, എൻ്റെ ഇവിടുത്തെ ഏക സപ്പോർട്ടാണ് ഈ അപ്പച്ചി എന്ന് പറയും. എന്നേരം കേൾക്കുന്നപ്പോൾ അഭിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട്. അന്നേരം ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, അവളുടെ തനി സ്വഭാവം എനിക്കല്ലേ അറിയത്തുള്ളൂ, അവളെ പൊക്കി ഇരിക്കുന്നു, എൻ്റെ മരുമോളെ ഇഷ്ടമില്ലാത്തവരെ എല്ലാവരും ഇവർ സ്നേഹിക്കുകയാണല്ലോ എന്ന്. അഭി റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് അഭിക്ക് വയറ്റിൽ പ്രശ്നം തുടങ്ങുകയാണ്. എന്തു പറ്റി, ആ പലഹാരം കഴിച്ചേ പിന്നെ ആണല്ലോ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടായത്, ഇനി വല്യമ്മ എങ്ങാനും പണി പറ്റിച്ചോ, മരുമോക്കിട്ട് പണിയാനായിട്ട് വെച്ചിരുന്ന സാധനം വല്ലതും ആണോ ഞങ്ങളെടുത്ത് കഴിച്ചത് എന്ന് ഓർത്ത് അഭി പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ഹാളിൽ ചെന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് വേണുവും രേവതിയും പറയുന്നുണ്ട്, ആണേലും ദേവേടത്തിയും ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് വയറങ്ങ് നിറഞ്ഞെന്ന് പറയും. ഞാൻ ആദർശം നയനെ വരുമ്പോഴത്തേനും കഴിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നായിരുന്നു, ഇനിയിപ്പം അവർക്ക് വേണ്ടി വേറെ ഉണ്ടാക്കണം, ഫ്രിഡ്ജിൽ മാവ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് അകത്തേക്ക് പോകും. അന്നേരം വേണു പറയുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല, ഇവിടുത്തെ ഫുഡ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വയറ്റിൽ എന്തോ ഒരു പ്രോബ്ലം തോന്നുന്നു. അപ്പോൾ രേവതിയും പറയും, ശരിയാ എനിക്കും അങ്ങ് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ അനാമിക പറയും, നിങ്ങൾ രണ്ടും പറഞ്ഞപ്പോഴാണ് തോന്നുന്നു, എനിക്കും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേന് വേണു പറയും, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നേരെ ബാത്റൂമിലേക്ക് ഓടുകയാണ്. പുറകെ ഓടും രേവതി. ഇന്നേരം ഇതെന്താ ഇങ്ങനെ സംഭവിച്ചെന്നോർത്ത് വയറിൽ ഇങ്ങനെ അമുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.